ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചിത്രവസ്ത്ര. പ്രൊക്രിയേറ്റ് ആപ്പ് മലയാളം ട്യൂട്ടോറിയലായ ചിത്രവസ്ത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് രഹസ്യങ്ങൾ പഠിച്ചാലോ? അതെ, നമ്മുടെ പ്രൊക്രിയേറ്റ് ആപ്പിൽ ഒളിഞ്ഞു കിടക്കുന്ന കുറച്ച് ടിപ്സ്, ട്രിക്സ്, ഹാൻഡ് ഗെസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് പഠിക്കാം. കൂടാതെ കുറച്ച് നമുക്ക് എങ്ങനെ ഷേപ്സ് വരയ്ക്കാം, കളർ ഡ്രോപ്പ് ചെയ്യുന്നത് എങ്ങനെ, ഇങ്ങനെയുള്ള കുറച്ച് പൊടിക്കൈകളും, പിന്നെ ക്യാൻവാസ് സെറ്റിംഗ് ആയിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ പഠിച്ചത്. അതിൽ ഞാൻ വിട്ടുപോയ ഒരു ചെറിയൊരു പോർഷൻ ഉണ്ട്, അതും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുൻപ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നമുക്ക് പ്രൊക്രിയേറ്റ് ആപ്പിലെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് പഠിക്കാം. നമ്മളെല്ലാവരും എളുപ്പവഴികൾ നോക്കുന്ന, എളുപ്പവഴികൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് പ്രൊക്രിയേറ്റ് ആപ്പിലും നമ്മുടെ ആർട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് എളുപ്പ വഴികളുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ടിപ്സ്, ട്രിക്സ് ഒക്കെ ഉണ്ട്. നമുക്കത് ആദ്യം തന്നെ പഠിക്കാം. അപ്പോൾ അത് പഠിക്കുന്നതിന് മുൻപായിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ക്യാൻവാസ് സെറ്റിങ്ങിനെ കുറിച്ചിട്ട് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ക്യാൻവാസ് സെറ്റിങ്ങിൽ അത് പഠിക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ വെറുതെ, ഇപ്പം ഞാനിതൊക്കെ എൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ചുമ്മാ എടുത്ത് വെച്ച ക്യാൻവാസസ് ആണ്. എനിക്കിതിൻ്റെ ഡയമെൻഷൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല, അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതും ഓരോ ആർട്ട് വർക്ക് ചെയ്യുമ്പോഴും ക്യാൻവാസ് സെറ്റ് ചെയ്യേണ്ടത് എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നൊന്നും എനിക്കറിയാത്ത ഒരു സമയത്ത് വെറുതെ എടുത്തു വെച്ച കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പം ഇതെടുത്ത് വെച്ചിട്ട് പിന്നെ ഞാനിത് ജസ്റ്റ് ഇത് മാറ്റണം. എനിക്കിപ്പോൾ ഇതിലിപ്പോൾ 2360 ഇൻറ്റു 1640 പിക്സൽസ് ആണ്, ആ ഡയമെൻഷനിലുള്ള ആർട്ട് ബോർഡാണ്. പക്ഷെ ഈ ആർട്ട് ബോർഡ് ഞാൻ കൂടുതലും POD ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞു അല്ലേ. പക്ഷെ ആ ഒരു ഡയമെൻഷനിലുള്ള സാധനം എനിക്ക് POD ചെയ്യുമ്പം എല്ലാ ഐറ്റത്തിലും വെക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എല്ലാ ഐറ്റവും കുറേ പ്രൊഡക്ട്സ് ഉണ്ടാവും ഈ PODയിൽ. അപ്പം എല്ലാ പ്രൊഡക്ട്സിലേക്കും അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഡയമെൻഷൻ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. അപ്പം ഇത് എനിക്ക് പറ്റുന്നില്ല. അപ്പം ഇത് എനിക്ക് ഈ ആർട്ട് ബോർഡ് ആണെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ, അതൊരു യൂസ്ലെസ് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യാം. ഞാൻ കുറേ ഇതിൻ്റെ മേലൊക്കെ ക്ലിക്ക് ചെയ്തൊക്കെ നോക്കി. അപ്പം ജസ്റ്റ് അൺടൈറ്റിൽ ആർട്ട് വർക്ക് മാത്രമേ കാണുന്നുള്ളൂ, വേറെ ഒന്നും വരുന്നില്ല. ജസ്റ്റ് ഇത് കീബോർഡിൻ്റെ സൈൻ മാത്രമാണ്. അപ്പം ഇത് ഞാൻ എന്ത് ചെയ്യും? അപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്തു പോയി, എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നൊന്നും അറിയുന്നില്ല. ഇത് ആർട്ട് ബോർഡാണ് നമ്മുടെ, ഇത് ജസ്റ്റ് സൂം ഇൻ ആൻഡ് സൂം ഔട്ട് നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ. അങ്ങനെ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ ഡയമെൻഷൻ മാറ്റാൻ പറ്റും. അതിന് നമ്മൾ ഈ ആക്ഷൻ ഓപ്ഷനിലേക്ക് പോവുക. ഇതിൽ ക്യാൻവാസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. അതിൽ ക്രോപ്പ് ആൻഡ് റീസൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പം ഇതിനെ ക്രോപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പേജ് ഓപ്പണായി വന്നു അല്ലേ. ഒന്നെങ്കിൽ എനിക്കിപ്പം പൊതുവെ എല്ലാത്തിലും പറ്റുന്ന ഒരു റേഞ്ച് എന്ന് പറയുന്നത് 8000 എബവ് ഡയമെൻഷനാണ്. അപ്പം എനിക്ക് ഈ ക്യാൻവാസിൻ്റെ സൈസ് ഒരു 8360 ഇൻറ്റു എൻ്റെ വിഡ്ത്ത് 8360യും ഹൈറ്റ് 11650. അങ്ങനെ വിചാരിക്കും കേട്ടോ, ഞാനൊരു ഡയമെൻഷൻ, തോന്നിയൊരു ഡയമെൻഷൻ പറഞ്ഞതാണ്. അപ്പം അത് ഞാൻ അങ്ങനെ ചെയ്യണം. ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ജസ്റ്റ് ഇങ്ങനെ ചെയ്തിട്ട് നോക്കിയേ, ഇവിടെ ലെയേഴ്സ് മാറണം നോക്കണേ. ഈ ഡയമെൻഷൻ വലുതാവുന്നതിനനുസരിച്ച് നമ്പർ ഓഫ് ലെയേഴ്സ് മാറുന്നത് ഇവിടെ ഇങ്ങനെ കാണാം, 23 ലെയേഴ്സ് എന്നിട്ട്. അപ്പം ഞാനിത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് 8000 വേണ്ടത്, ഇതൊന്നും ആയിട്ടില്ല. ഞാൻ ജസ്റ്റ് അതിപ്പോൾ 9000 ആയി, 8650 അല്ലേ പറഞ്ഞേ. അങ്ങനത്തെ രീതിയിൽ ഞാൻ വെച്ചു. പക്ഷെ എനിക്കിത് കറക്റ്റ് ആയില്ല. 8650 ഇൻറ്റു 8350 ഇൻറ്റു 11650 ഇതന്നെ എനിക്ക് വേണം. അപ്പോൾ ഞാൻ എന്താക്കി, സെറ്റിങ്സ് ഈ ഓപ്ഷൻ എടുത്തു. എന്നിട്ട് ഇവിടെ പോയിട്ട് ഞാൻ അത് ചെയ്യണം. 8350 അവിടെ കൊടുത്തു. 11650 ഇത് പിക്സൽസ് ആണ്, യൂണിറ്റ് ആണ് കൊടുത്തത്. ഓക്കെ, ഞാനെല്ലാം സെറ്റായി. ഓക്കെ, ഡൺ. ഈ ക്യാൻവാസ് നമുക്ക് എന്തായി, നമ്മൾ അങ്ങനെ എടുത്തു വെച്ച ക്യാൻവാസ് നമുക്ക് റീസൈസ് ചെയ്യാൻ പറ്റിയല്ലേ. അപ്പം ഇങ്ങനൊരു ഓപ്ഷൻ കൂടെ അവൈലബിൾ ആണ് കേട്ടോ.
ഇനി നമുക്ക് ടിപ്സ് ആൻഡ് ട്രിക്സിലോട്ടേക്ക് പോകാം. ഈ ടിപ്സ് ആൻഡ് ട്രിക്സ് പറയുന്നതിന്റെ കൂടെ തന്നെ ഞാൻ ഷെയ്ഡ്സ് കൂടെ പറഞ്ഞു പോവാണ് കേട്ടോ. ഇതിൽ ഞാൻ ഷെയ്ഡ്സ് കൂടെ പറഞ്ഞു പോവാണ്. ഫോട്ടോഷോപ്പും ഇല്ലസ്ട്രേറ്ററും ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്കറിയായിരിക്കും ഈ ഷെയ്ഡ്സ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആയിട്ട് അവിടെ കാണാം. പക്ഷെ നമ്മളിവിടെ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പിന്റെ ഒരു ഓപ്ഷൻ എവിടെയും കാണുന്നില്ല. ആക്ഷൻസിലാണെങ്കിലും ഇല്ല, ഈ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ നോക്കിയാലും അങ്ങനത്തെ ഒരു ഇതും കാണുന്നില്ല അല്ലേ. പിന്നെ ഈ ഒരു ഓപ്ഷൻ എടുത്തു, ഈ ഒരു എസ് എന്ന് പറഞ്ഞ അതിൽ നമുക്ക് റെക്റ്റാങ്കിൾ എല്ലിപ്സ് എന്നൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും അറിയാത്ത സമയത്ത് ഞാൻ കരുതിയോ എന്നാൽ ഈ റെക്റ്റാങ്കിൾ ആയിരിക്കും ആ ഷേപ്പ്. ഓക്കെ, അപ്പം ഞാൻ റെക്റ്റാങ്കിൾ എടുത്തു ജസ്റ്റ്. അപ്പോഴേക്ക് മനസ്സിലായി ഇത് ഷേപ്പ് അല്ല, ഇതെന്ത് സെലക്ട് ആവുകയാണ് ചെയ്യുന്നത്. ഞാൻ എന്ത് ചെയ്തു, ഇതിൽ പോയിട്ട് ഏതെങ്കിലും വെറുതെ ഒരു കളർ എടുത്തു, ജസ്റ്റ് ഡ്രോപ്പ്. എന്നിട്ട് പുറത്ത് പോയിട്ടൊന്ന് ക്ലിക്ക് ചെയ്തപ്പം ശരി ആ റെക്റ്റാങ്കിൾ വന്നു. അതിലേക്ക് എനിക്ക് കളർ ഡ്രോപ്പ് ചെയ്യാൻ പറ്റി. അത് സെലക്ട് ചെയ്ത് ആ ഒരു ഏരിയ മാത്രം സെലക്ട് ചെയ്ത് അതിലേക്ക് കളർ ഡ്രോപ്പ് ചെയ്യാൻ എനിക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്ത് പറ്റി. എല്ലിപ്സ് എടുത്തു, ഇതുപോലെ ഞാൻ എല്ലിപ്സ് എടുത്തു. ഇതിൽ വേറെ ഏതെങ്കിലും ഒരു കളറ്, ഇപ്പോൾ ഒരു ഈ കളർ നമ്മൾ എടുത്തു, ഡ്രോപ്പ്. അപ്പം ഇത് എനിക്കിങ്ങനെ പറ്റുന്നുണ്ട്. ഒരു ഏരിയ സെലക്ട് ചെയ്ത് ഒരു ഷേപ്പായി സെലക്ട് ചെയ്ത് അതിലേക്ക് കളർ ഡ്രോപ്പ് ചെയ്യാനൊക്കെ എനിക്ക് പറ്റുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇങ്ങനെ കളർ ഡ്രോപ്പ് ഒന്നും വേണ്ട, ജസ്റ്റ് ഈ ഒരു ഷേപ്പ് മാത്രം ഉണ്ടാക്കിയാൽ മതി. അതിനായി ഞാനിത് പിന്നെ എടുത്ത് നോക്കി, ഷേപ്പ് എടുത്തു. എന്നിട്ട് ഞാനത് മാറ്റിയപ്പോൾ ആ ഷേപ്പ് പോയി, എനിക്ക് ആ ഷേപ്പ് കിട്ടുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ഷേപ്പ് മാത്രം മതി, എനിക്ക് കളർ ഡ്രോപ്പ് ഒന്നും വേണ്ട. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ അല്ലേ. അതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ കൂടെ ഞാനിപ്പോൾ ഒരു ഇത് പറയാണ്. എനിക്ക് ഇപ്പം ഞാൻ ഈ ഒരു ക്യാൻവാസ് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടണം, ഈ സാധനം പോകണം. നമ്മൾ എന്ത് ചെയ്യും, അണ്ടു അല്ലേ. അപ്പം ഇതിന് ഇവിടെ ഒരു ആരോ മാർക്ക് കാണാം, ക്ലിക്ക് ചെയ്താൽ അണ്ടു, ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അണ്ടുവായി. എന്നിട്ട് റീഡോ ചെയ്യണമെങ്കിൽ ഇതിങ്ങനെ ക്ലിക്ക് ചെയ്യുക, അപ്പം റീഡോ ആയി. പക്ഷെ ഇതിപ്പോൾ എനിക്ക് ഈ ബട്ടൺ ഒന്നും താല്പര്യമില്ല. എനിക്ക് പെട്ടെന്ന് കാര്യം നടക്കണം. ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബട്ടൺ നോക്കാനൊന്നും നേരമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഹാൻഡ് ഗെസ്റ്റേഴ്സ്, അതിനാണ് ഹാൻഡ് ഗെസ്റ്റേഴ്സ്. 2 ഫിംഗർ ടാപ്പ് അണ്ടു. 2 ഫിംഗേഴ്സ് വെച്ച് ടാപ്പ് ചെയ്താൽ അണ്ടു ആയി. ഇനി എനിക്കിത് റീഡു ചെയ്യണമെങ്കിൽ 3 ഫിംഗർ ടാപ്പ്, ജസ്റ്റ് 3 ഫിംഗർ വെക്കുക, ടാപ്പ് ചെയ്യുക, നന്നായി ടാപ്പ് ചെയ്യുക, അപ്പം വരും റീഡു. അപ്പം അണ്ടു ചെയ്യാൻ 2 ഫിംഗർ ടാപ്പ്, റീഡു ചെയ്യാൻ 3 ഫിംഗർ ടാപ്പ്. ഓക്കെ അല്ലേ. ഇനി എനിക്ക് ഈ ഒരു ക്യാൻവാസ് എനിക്ക് വേറൊരു ലെയേഴ്സിനെ കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയി അടുത്ത വരുന്ന ക്ലാസ്സസിൽ പറയും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോവാണേ. എനിക്കിത് വേറൊരു ലെയറിലേക്ക് ഈ ഒരു റെക്റ്റാങ്കിളിനെ എല്ലിപ്സിനെ മാറ്റണം. അപ്പം ഞാൻ എന്ത് ചെയ്യണം, കോപ്പി പേസ്റ്റ് അല്ലേ. അപ്പം അതിന് ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക. ഇത് സെലക്ട് ചെയ്തു. ഇത് ഞാൻ എന്ത് ചെയ്യാണ്, കോപ്പി പേസ്റ്റ് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് ഈ ആക്ഷൻ എന്ന് പറഞ്ഞ ബട്ടണിൽ പോയി ഓപ്ഷനിൽ പോയി ആഡ് എടുത്താൽ ഇവിടെ കോപ്പി ഉണ്ട്, കോപ്പി ക്യാൻവാസ് ഉണ്ട്, പേസ്റ്റ് ഉണ്ട്. ഞാൻ കോപ്പി എടുത്തു, കോപ്പി ചെയ്തു. എന്നിട്ട് ഈ അടുത്ത ലെയറിലോട്ടേക്ക് പോയിട്ട് ഞാൻ എന്താക്കി, പേസ്റ്റ്. ഈ സാധനം അവിടെ പേസ്റ്റായി, ഇതിൽ പേസ്റ്റായി കേട്ടോ. ഇത് ഈ ലെയർ പോക്കിയാൽ ഈ ലെയറിൽ ആ സാധനം അത് പേസ്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പം രണ്ടും വേറെ വേറെ കാണുന്നുണ്ടെങ്കിൽ ഇതെടുക്കുക. ഹിഡൻ ലെയറാണ്, ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ടാണ്. ഇതെടുത്തു ഉണ്ടാ വേറെ വേറെ ആയിട്ട് നമുക്ക് കിട്ടി. ഓക്കെ അല്ലേ. അപ്പം ഇങ്ങനെ നമുക്ക് കോപ്പി പേസ്റ്റ് ഓപ്ഷൻ അതാണ്. ഇനി നമുക്ക് എന്താണ്, ഇനി നമുക്ക് ഈ സാധനം ഇങ്ങനെ ഒന്നും ചെയ്യാൻ വയ്യ, ആക്ഷനിൽ പോയി കോപ്പി പേസ്റ്റ് ഒന്നും വയ്യ. ഈ പെട്ടെന്ന് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് സെലക്ട്, എന്നിട്ട് എന്താ ഇപ്പം ഞാൻ ചെയ്ത 3 ഫിംഗേഴ്സ് വെച്ച് സ്വൈപ്പ് ഡൗൺ. അപ്പം ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നു. ഞാനിത് കോപ്പി ചെയ്യാണ്. എന്നിട്ട് അടുത്ത ലെയറിൽ പോയിട്ട് സെയിം എന്താ ചെയ്യേണ്ടത്, 3 ഫിംഗർ വെച്ച് ഇങ്ങനെ ആക്കി
പേസ്റ്റ്. അപ്പൊ ഈ ലെയറിൽ അത് പേസ്റ്റ് ആയി. ഓക്കെ അല്ലേ? ഇതാണ്ടോ, ഇങ്ങനെ നമുക്ക് 2 ലെയേഴ്സിലായിട്ട് ഇത് കോപ്പി പേസ്റ്റ് കിട്ടി. അപ്പൊ നമ്മൾ അടുത്തതായി പഠിച്ച ഒരു ഹാൻഡ് ജെസ്റ്റർ എന്താണ്? കോപ്പി പേസ്റ്റ് ഓപ്ഷൻ, എങ്ങനെ നമുക്ക് അത് പെട്ടെന്ന് കിട്ടാം എന്നുള്ളത്. ഇനി നമുക്ക് എന്താണ് ഇത് ലെയർ 1 ലെയർ 2, നമ്മുടെ കയ്യിൽ ഇങ്ങനെ കുറേ ലെയേഴ്സ് ഇല്ല, കുറച്ച് ലെയേഴ്സേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് ലെയേഴ്സ് ആക്കാൻ പറ്റൂല. ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഈ 2 ലെയറിനും ഒന്നാക്കണം. ഈ ലെയേഴ്സ് എന്തിനാണ് ഇങ്ങനെ പല പല ലെയേഴ്സായി ചെയ്യുന്നതെന്നും അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നും ലെയേഴ്സിലുള്ള ഒരുപാട് ഓപ്ഷൻസ് ഇതിനെ കുറിച്ചെല്ലാം നമ്മൾ ഇനി വരുന്ന ക്ലാസ്സസിൽ പറയുന്നതായിരിക്കും കേട്ടോ. ഇത് ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ്, ബിഗിനർ ലെവലാണ്, ഒന്നും അറിയാത്തവർക്കുള്ള ക്ലാസ് ആണ്. അപ്പോൾ ഇത് നമുക്ക് ഈ 2 ലെയേഴ്സും ഒന്നിലാക്കണം എന്ന് വിചാരിക്കും. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് പിഞ്ച്, ഈ 2 ലെയേഴ്സും തമ്മിൽ പിഞ്ച് ചെയ്യാം. അപ്പം അത് രണ്ടും സെയിം ആയി. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? അപ്പം ഇതാണ് നമ്മൾ വേറൊരു ഹാൻഡ് ഗെസ്റ്റർ. ഹാൻഡ് ഗെസ്റ്റേഴ്സിൽ എന്തൊക്കെ നമ്മൾ പഠിച്ചു? ഒന്ന് അൺഡു റീഡു പഠിച്ചു, പിന്നെ നമ്മൾ എന്താണ് കോപ്പി പേസ്റ്റ് പഠിച്ചു, പിന്നെ പിഞ്ചിങ്ങും പഠിച്ചു. ഇങ്ങനത്തെ കുറച്ച് ടിപ്സും ട്രിക്സ് എല്ലാം ഈ പ്രൊക്രിയേറ്റിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അപ്പം ഇനിയും കൂടുതൽ കൂടുതൽ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഇനി ഓരോന്നും നമ്മൾ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാനിങ്ങനെ പതുക്കെ പതുക്കെ പറയുന്നതായിരിക്കും. അതുകൂടാതെ ഞാനിപ്പോൾ ഷേപ്സ് പറഞ്ഞു അല്ലേ? ഷേപ്സ് നമ്മൾ പഠിച്ചിട്ടില്ല, ഇപ്പോഴും പഠിച്ചിട്ടില്ല, പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പം ഞാൻ ജസ്റ്റ് അത് ലെയർ ഇതാക്കിയ ക്ലിയർ ചെയ്തതാണ് കേട്ടോ. എന്താ ചെയ്ത് ഞാൻ ഇവിടെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്തപ്പം ഇവിടെ ലോക്ക്, ഡ്യൂപ്ലിക്കേറ്റ്, ക്ലിയർ, ഇങ്ങനെ ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് ക്ലിയർ ചെയ്തു. അതാണ് ഞാനിപ്പോൾ ചെയ്തത്. അതൊക്കെ ഞാൻ ലെയേഴ്സിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ഇപ്പം ഞാൻ ഷെയ്ഡ്സ് എങ്ങനെ നമുക്ക് വരയ്ക്കാം എന്നുള്ളതും കൂടെ ഈ ഒരു ക്ലാസ്സിൽ പറയാം. എങ്ങനെയെന്ന് വെച്ചാൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വേണം. ഇവിടെ എവിടെ അങ്ങനത്തെ ഒരു ഓപ്ഷൻ കാണാനില്ല. ഞാൻ എന്ത് ചെയ്തു? വെറുതെ ലൈൻ വരച്ചു. അത് സ്ട്രെയിറ്റ് ആയില്ല, എന്തൊക്കെയോ ഒരു അവസ്ഥ അല്ലേ? പിന്നെ ഇത് നമ്മുടെ ബ്രഷ് സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇത് പിന്നെ ഒപ്പേസിറ്റിയാണ്. ഇതൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. അപ്പം ഇത് നമ്മൾ ബ്രഷ് ഇത് സൈസ് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് വരച്ചു, ഒന്നും ആയില്ല. അപ്പം നമുക്ക് ഇനി സ്ട്രെയിറ്റ് ലൈൻ തന്നെ വേണം. ഞാനിതാ ഇവിടെ ഇങ്ങനെ വരച്ചു. ഈ അറ്റത്ത് പോയിട്ടൊന്ന് പ്രസ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു, പ്രസ്. അപ്പം അത് സ്ട്രെയിറ്റ് ആയി അല്ലേ? സ്ട്രെയിറ്റ് ആയി. പക്ഷെ എനിക്ക് ഈ വലുപ്പം വേണ്ട, ഞാനാണ് ഇങ്ങനെ വരച്ചും പോയി. അപ്പോൾ ഇവിടെ എഡിറ്റ് ലൈൻ ഓപ്ഷൻ ഉണ്ട്. അപ്പം ഈ ഒരു ഇത് കാണാം അല്ലേ? എഡിറ്റ് ചെയ്യാം, ഇങ്ങനെ ചെറുതാക്കാം, വലുതാക്കാം. ഈ പൊസിഷൻ വേണ്ടെങ്കിൽ ഇത് ഇങ്ങനെ പൊസിഷൻ വേണ്ട സ്ഥലത്തേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ പോകണമെങ്കിൽ ഇങ്ങനെ ആക്കാം, ഇത് ഇങ്ങനെ ആക്കണമെങ്കിൽ ഇങ്ങനെ ആക്കാം. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് ഈ കാര്യം എഡിറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ ലൈൻ വരയ്ക്കേണ്ടത്. ജസ്റ്റ് വരയ്ക്ക് അറ്റത്ത് പോയിട്ട് പ്രസ് ചെയ്ത് പിടിച്ചാൽ, ബ്രഷ് എടുക്കരുത്, കയ്യിൽ നിന്ന് പെൻസിൽ എടുക്കരുത്. പെൻസിൽ എടുക്കാതെ തന്നെ ഇതാ ഇങ്ങനെ എഡിറ്റ് മാറ്റണം. ജസ്റ്റ് ഇതാ ഇങ്ങനെ വരച്ചിട്ട് അറ്റത്ത് ബ്രഷ് എടുക്കാതെ ക്ലിക്ക് ചെയ്ത് പിടിച്ചാലേ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. അപ്പം ഇനി എങ്ങനെയായിരിക്കും ബാക്കിയുള്ള ഷേപ്സ് ഒക്കെ വരയ്ക്കുക? നമുക്കൊരു സർക്കിൾ വരയ്ക്കണം എന്ന് വിചാരിക്കും. സർക്കിൾ വരയ്ക്കണമെങ്കിൽ ഇതാ ഞാനൊരു ചുമ്മാ ഒരു സർക്കിൾ വെച്ചു, അറ്റത്തി ക്ലിക്ക് ചെയ്ത് പിടിച്ചു. പക്ഷെ ഇതൊരു വല്ലാത്തൊരു സർക്കിൾ ആയിപ്പോയി അല്ലേ? ഒരു രസമല്ല. അപ്പോൾ ഇതാ എല്ലിപ്സ് ക്ലിക്ക് ചെയ്യുക. അപ്പം ഇതിപ്പോൾ എല്ലിപ്സ് ആണ്, നമ്മൾ സർക്കിളാക്കി. ഇതിൻ്റെ ഷേപ്പൊക്കെ കൂട്ടണം കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അത് ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് വലുതാവുകയും ചെറുതാവുകയും ഒക്കെ ചെയ്തോളൂ. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സർക്കിൾ അത് എഡിറ്റ് ചെയ്യുന്നതും എല്ലാം ഇതിങ്ങനെയാണ് കേട്ടോ. ഇനി നമുക്ക് അതുപോലെ എല്ലാ ഷേപ്സും, ഇപ്പോൾ ട്രയാങ്കിൾ ആണെങ്കിൽ ജസ്റ്റ് ട്രയാങ്കിൾ, പോളിലൈൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്, ട്രയാങ്കിൾ ആക്കി. അയ്യോ, പോളിലൈൻ തന്നെ മതി. പോളിലൈൻ ഇത് വെച്ചാൽ മൾട്ടിപ്പിൾ ലൈൻസ് ആണ്. അപ്പം ഏത് ലൈൻ വേണമെങ്കിലും എങ്ങോട്ടേക്ക് വേണമെങ്കിലും നമുക്ക് കറക്റ്റ് ചെയ്യുക. അതിപ്പോൾ ലൈൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. ഇനി നമുക്ക്
റെക്റ്റാങ്കിൾ വരയ്ക്കണമെങ്കിൽ റെക്റ്റാങ്കിൾ, അങ്ങനെ ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏകദേശം മനസ്സിലായല്ലോ അല്ലേ? ഇനി നമുക്ക് കളർ ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ ഈ കളർ എടുക്കാം. ഇതെവിടെയാണ് കളർ ഉള്ളത്, കളർ ഡ്രോപ്പ് ചെയ്യാം. ഇത് എനിക്കിനി ഇതന്നെ ഇപ്പുറത്തും വേണമെങ്കിൽ കണ്ടിന്യൂ ഫില്ലിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഞാനിത് ഇങ്ങോട്ടേക്ക് എടുത്തു, വേറെ സെലക്ട് ചെയ്തു, വേറെ കളർ. ഞാൻ വേറൊരു ഇത് വരച്ചു. വെറുതെ ഒരു ഷേപ്പ് വരച്ചു, എന്നിട്ട് ഞാൻ വേറെ ഒരു ഷേപ്പ് വരച്ചു. എന്നിട്ട് ഇത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ആക്കിയിട്ട് കണ്ടിന്യൂ ഫില്ലിങ്ങിന് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എവിടെ ഇത് ഫില്ല് ചെയ്യണമെങ്കിൽ അവിടെയൊക്കെ ഫില്ലാവും. ഓക്കെ അല്ലേ? അപ്പം അത് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, കളർ ഡ്രോപ്പിൻ്റെ ഒരു ഓപ്ഷൻ. അപ്പം ഇങ്ങനെയൊക്കെ കുറേ ടിപ്സും ട്രിക്സും, അല്ലെങ്കിൽ ഓരോ തവണ ഓരോ കളർ എടുത്തിട്ട് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഒരു സെയിം കളർ തന്നെ പല സ്ഥലത്തായിട്ട് അതേ കളർ കൊടുക്കണം എന്ന് വിചാരിക്കും. അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി. കളർ ഡ്രോപ്പ് കണ്ടിന്യൂ ഫില്ലിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടെങ്കിൽ മൾട്ടിപ്പിൾ സ്പേസസിലായിട്ട് കളർ ഫില്ലായി കിട്ടും. അപ്പം നമ്മൾ എങ്ങനെയാണ് ഷേപ്സ് വരയ്ക്കുക, എങ്ങനെ കളർ ഡ്രോപ്പ് ചെയ്യാം, ഇതും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ തന്നെ പഠിച്ചു. അപ്പോൾ ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ്, ക്രിയേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ ചിത്രവസ്ത്ര എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി കൂടുതൽ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഇത് റിലേറ്റ് ചെയ്ത് ഡൗട്ട്സ് എന്തെങ്കിലും വരികയാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്തിട്ടാൽ മതി, ഞാൻ ചെക്ക് ചെയ്യും. എന്നിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.